വലകാഹു നളറതൻ വസുറൂറാ. അല്ല തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? സ്വർഗത്തിലൊരു വിഭാഗമുണ്ട്. അവര് രാവിലെയും അല്ലാഹനെ കാണും, വൈകിട്ടും അല്ലാഹനെ കാണും. രാവിലെയും വൈകിട്ടും അല്ലാഹനെ കാണുന്ന ഒരു വിഭാഗമുണ്ട്. നിനക്ക് നിന്റെ റബ്ബിനെ കാണണ്ടേ? നിന്റെ ഉമ്മയെക്കാൾ, നിന്റെ വാപ്പയെക്കാൾ, നിന്റെ മക്കളെക്കാൾ, നിന്റെ ഭാര്യയെക്കാൾ ഈ ലോകത്ത് നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നിന്റെ റബ്ബുണ്ടല്ലോ. വലകാഹു നളറതൻ വസുറൂറാ. അല്ലാഹനെ കാണാനുള്ള ഭാഗ്യവാ, അല്ലാഹനെ കാണാനുള്ള ഭാഗ്യവാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഒരു പ്രസവം കഴിയുമ്പോഴേ ഭർത്താവിനോട് പറയും, എനിക്ക് ഈ വേദന സഹിക്കുന്നില്ല, ഇനി എനിക്ക് പ്രസവിക്കാൻ വയ്യ, എന്റെ പ്രസവം നിർത്തടേ, ഇത് മരണവേദനയാണെന്ന് നാവ് കൊണ്ട് പറഞ്ഞാ പോരെ പെണ്ണേ. നിനക്ക് മരണവേദന എന്താണെന്നറിയോ? ഈ പ്രസവ വേദനയേക്കാൾ എത്രയോ ഇരട്ടിയാണ് പൊന്നുമോളെ മരണവേദന. അതുകൊണ്ട് ആ മരണവേദന നീ അനുഭവിച്ചവളാ. നിനക്ക് സ്വർഗം കണ്ട് മരിക്കണ്ടേ? മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് വെള്ളിയാഴ്ച രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണ്ടേ പെങ്ങളെ? കിടന്ന് കിടപ്പിൽ കിടന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ വരുന്നവര് പടച്ചവനെ കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയ മയ്യത്താകാ പാടില്ല. മുഖമൊക്കെ ഇങ്ങനെ വിയർത്തിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട് വെള്ളത്തുണിയിൽ നിന്റെ വീടിനകത്ത് പുതച്ച് കിടത്തുമ്പോ ഈ നാട്ടുകാര് നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോ അല്ലാഹുവോട് ദുആ ചെയ്യണം, അല്ലാഹ് എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ അല്ലാഹ്, എനിക്കിങ്ങനെ ഒരു മരണം തരണേ അല്ലാഹ്. ദുആ ചെയ്യണ്ടേ വാപ്പാ, ദുആ ചെയ്യണ്ടേ വാപ്പാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു ചെറിയ സദക്ക ചോദിക്കുകയാ, ഒരുപാടൊന്നും ചോദിക്കുന്നില്ല എന്റെ പ്രിയമുള്ളവരെ. ഒരു ചെറിയ സദക്ക ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയണമെന്ന് ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഇന്ന് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഇനിയും സമയമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, കൊടുക്കാൻ കഴിയുമോ? അല്ലാഹുവേ, നൂറുകണക്കിന് ആൾക്കാരിരിക്കുന്ന സദസാ. ഇതിനകത്ത് നീ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്, നീ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, സ്വർഗത്തിന്റെ അവകാശികളായ ഒരുപാട് പേരുണ്ട്. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കുന്ന ചില അടിമകളുണ്ട്. അവരെ നീ തെരഞ്ഞെടുക്കണേ അല്ലാ, അവരെ കൊണ്ട് നീ പറയിപ്പിക്കണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. നിങ്ങൾ ചോദിക്കാൻ തരണം, നിങ്ങൾ തന്നാൽ എനിക്കൊന്നുമില്ല, എനിക്ക് തന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. സദക്ക ചെയ്യണമെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ മക്കളെ നീ കടത്തിൽ നിന്ന് രക്ഷിച്ച അള്ളാഹു നിന്നെ കടക്കാരനാക്കി മരിപ്പിക്കൂല. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് കാക്കുമാറാകട്ടെ. അള്ളാഹുവെ, കടക്കാരായി മരിക്കുന്ന ഒരു വിഭാഗത്തെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ അള്ളാഹുവെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ തമ്പുരാനെ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും പിഴവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കി തരണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളെല്ലാം ഒരുപാട് പാവങ്ങൾ ചെയ്ത പാവികളാ, നീ പുറത്തു തരണേ റഹ്മാനെ. ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട് റഹ്മാനെ. ഇനി ഒരിക്കലും ഞങ്ങൾ അതിലേക്ക് മടങ്ങില്ല അല്ലാ. നന്നാവാനൊരവസരം കൂടെ നീ ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. അള്ളാഹുവെ, ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഞങ്ങളുടെ ഉമ്മ ഇന്ന് പ്രസവിച്ച മക്കളെ പോലെ നീ യാത്രയാക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളിൽ പലരും രോഗികളാണ്, ശിഫ നൽകണേ അല്ലാ. അറുത്തുമുറിക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ, ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. നിങ്ങൾ ആരെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ പടച്ചവനെ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അല്ലാ. അള്ളാഹുവെ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ റബ്ബേ. അല്ലാ, ഞങ്ങളുടെ കൂടെ കിടന്ന ഭാര്യ ഞങ്ങളുടെ മരണം ആഗ്രഹിക്കല്ലേ അല്ലാ. നോക്കി നോക്കി മടുത്തു, ഈ മനുഷ്യനൊന്ന് മരിക്കണമെന്ന് ഞങ്ങളുടെ ഭാര്യ പറയല്ലേ അല്ലാ. ഞങ്ങളുടെ സ്വന്തം മക്കൾ ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യല്ലേ പടച്ചവനെ.
അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിനകത്ത് മഗ്ഫിറത്ത് നൽകണേ അള്ളാഹുവെ അവരുടെ ഖബർ നീ സ്വർഗ പൂങ്കാവനമാക്കണേ റഹ്മാനെ. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ പടച്ചവനെ. മരിച്ചവരെ വേദനിപ്പിക്കുന്ന മക്കളാക്കല്ലേ ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും ഖബറിൽ കിടന്നിട്ട് ദുആയ്ക്ക് വേണ്ടി യാചിക്കല്ലേ പടച്ചവനെ. അള്ളാഹുവെ പടച്ച റബ്ബേ, ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും ഖബറിൽ കിടന്നിട്ട് ഞങ്ങളെ ശപിക്കല്ലേ അള്ളാഹുവെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നിലനിർത്തി കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ ആ പാവങ്ങളെ നീ വേദനിപ്പിക്കല്ലേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കി തരണേ ഹാഫിളീങ്ങളാക്കി തരണേ ആലിമീങ്ങളാക്കി തരണേ പടച്ചവനെ. ഞങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളെ തരല്ലേ പടച്ചവനെ. നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന മക്കളെ തരല്ലേ അള്ളാഹുവെ. ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കളെ തരണേ പടച്ചവനെ. ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്ന മക്കളെ തരണേ പടച്ചവനെ. കള്ളുകുടിയനെ ഞങ്ങളുടെ മയ്യത്തിന്റെ ഇമാമാക്കല്ലേ വ്യഭിചരിച്ച് നടക്കുന്നവനെ ഞങ്ങളുടെ മയ്യത്തിന്റെ ഇമാമാക്കല്ലേ പലിശക്കാരനെ ഞങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിന്റെ ഇമാമാക്കല്ലേ അള്ളാഹുവെ പടച്ചവനെ റബ്ബേ. എവിടെ വെച്ച് മരിച്ചാലും നീ ഈമാനോടുകൂടി മരിപ്പിക്കണേ നല്ല മരണം തരണേ പടച്ചവനെ. നല്ല മരണം തരണേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് തരണേ സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തന്നെ ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ പടച്ചവൻ. ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അള്ളാഹുവെ പടച്ചവനെ റബ്ബേ. ഇവിടുത്തെ ഉസ്താദന്മാരെയൊക്കെ നീ അനുഗ്രഹിക്കണേ ഈ വാപ്പമാരെയൊക്കെ നീ കബൂലാക്കണേ പടച്ചവനെ. അള്ളാഹുവെ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ ഈ ചെറുപ്പക്കാരെ മുഴുവൻ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. സുന്നത്ത് ജമാഅത്തിന്റെ മക്കളാക്കണേ നല്ലൊരു ജോലിയും നല്ലൊരു ഭാവിയും നല്ല ഒരു ഇണയെയും നീ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഈ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ ഒരുപാട് വേദന സഹിച്ചവരായി ഇനിയും നീ വേദനിപ്പിക്കല്ലേ തമ്പുരാനെ. അള്ളാഹുവെ വിളയിൽ പറയാ പഠിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ പടച്ചവനെ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ തമ്പുരാനെ. അള്ളാഹുവെ മാസങ്ങളായി പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്ന ഈ സംഘാടകരെ നീ മറക്കല്ലേ അള്ളാഹുവെ പടച്ചവനെ. ആര് സഹായിച്ചില്ലെങ്കിലും നീ സഹായിക്കണേ അവരെ നീ കടക്കാരാക്കല്ലേ ആര് കളിയാക്കിയാലും നീ കളിയാക്കല്ലേ അള്ളാഹുവെ പടച്ചവനെ. അവർക്ക് നീ ഒത്തൊരുമ നൽകണേ പടച്ചവനെ. ഇഖ്ലാസ് നൽകണേ പടച്ചവനെ. അധികാരമോഹങ്ങൾ കൊടുക്കല്ലേ തമ്മിലടിപ്പിക്കല്ലേ അള്ളാഹുവെ. ഇങ്ങനെ ഒരു മകൻ എനിക്ക് ജനിച്ചല്ലോ എന്നോർത്ത് ഇവരുടെ ഉപ്പയും ഉമ്മയും സന്തോഷിക്കണേ അള്ളാഹുവെ പടച്ചവനെ. ഈ നാടിന്റെ വിളക്കാക്കണേ അള്ളാഹുവെ. ഈ നാടിന്റെ വെളിച്ചമാക്കണേ അള്ളാഹുവെ പടച്ചവനെ റബ്ബേ. ആരെല്ലാ സദക്ക ചെയ്തോ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ. ഒരു സഹോദരൻ അള്ളാഹുവെ ഈ വഅദ് കേട്ടിട്ട് പടച്ചവനെ, ഈ നാട്ടുകാരനല്ല എവിടെ ഉള്ളവനാണെന്നറിയില്ല പടച്ചവനെ, ഈ പ്രസംഗം ലൈവായി കേട്ടിട്ട് 5001 രൂപ നീ കബൂലാക്കണേ പടച്ചവനെ. ആ മനുഷ്യന്റെ മനസ്സ് നിനക്കറിയാം, നിയ്യത്ത് നിനക്കറിയാം. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ പടച്ചവനെ. 10,000 കൊടുത്തവർ, 5000 കൊടുത്തവർ, 2000 കൊടുത്തവർ, 1000 കൊടുത്തവർ, 313 രൂപ കൊടുത്തവർ, 500 കൊടുത്തവർ, ബക്കറ്റ് വന്നപ്പോ 1 രൂപയെങ്കിലും ഇട്ടവരെ നീ മറക്കല്ലേ മരിക്കുന്ന സമയത്ത് അതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെ മുറാദുകളും ഹാസിലാക്കണേ മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും ചൊരിയണേ അള്ളാഹുവെ. ക്യാമറയുടെ പ്രവർത്തകർ നീ അവരെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. യാത്ര ചെയ്യുന്നവരാണ്, അപകടങ്ങളെ തൊട്ട് കാക്കണേ സാലിഹത്തായ ഇണയെ കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. ഒരുപാട് പേര് ഈ വഅദ് ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാ. ഉസ്താദേ ദുആ ചെയ്യണേ മറക്കരുതെന്ന് പറയുന്നവരാ. അവരെ നീ മറക്കല്ലേ പടച്ചവനെ. അവരെ നീ കൈയൊഴിയല്ലേ റഹ്മാനെ. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്, നീ അവരെ തകർക്കല്ലേ അള്ളാഹുവെ പടച്ചവനെ. ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരെ അപകട മരണം തരല്ലേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കി കളയല്ലേ പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കി കളയല്ലേ അള്ളാഹുവെ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ തരല്ലേ പടച്ചവനെ. അള്ളാഹുവെ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങൾ ലോകത്തൊരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളുടെ ഭാര്യ മക്കൾക്കോ നീ നൽകല്ലേ
പള്ളിയുടെ മുന്നിൽ പോയി പിരിവെടുത്തിട്ട് മക്കളെ കെട്ടിക്കണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ പടച്ചവനെ. അള്ളാഹു 5 നേരം നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവരാ, മരിക്കുവോളം ഒരാളുടെ മുന്നിലും തല താഴ്ത്തേണ്ട അവസ്ഥ തരല്ലേ പടച്ചവനെ. ഇസ്സത്ത് നിലനിർത്തി തരണേ റഹ്മാനെ. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം നിലനിർത്തി തരണേ അല്ലാ. ഇവിടെ വഅദ് പറഞ്ഞ ഉസ്താദന്മാർ, പറയാനിരിക്കുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ പരിപാടി നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. ഇതിനു വേണ്ടി ആരൊക്കെ പരിശ്രമിച്ചോ എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ അല്ലാ. എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ആ കുടുംബത്തിൽ നിന്ന് ഖുർആൻ പഠിക്കുന്ന ആ കുഞ്ഞ് അള്ളാഹുവെ നീ ഹാഫിളാക്കി കൊടുക്കണേ പടച്ചവനെ. അള്ളാഹു അവിടുത്തെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, ഞങ്ങളെ സ്വർഗത്തിലെ കൂട്ടുകാരാക്കണേ അല്ലാ. സ്വർഗത്തിലെ കൂട്ടുകാരാക്കണേ അല്ലാ. അള്ളാഹുവെ, എന്റെ കൂടെ വന്ന സുൽഫി എന്ന ചെറുപ്പക്കാരനെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ, റബ്ബെ, ഞങ്ങൾ ഇന്ന് പിരിയുകയാ. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. അള്ളാഹുവെ, എന്റെ വാപ്പ 6 അടി മണ്ണിലാണ്, നീ ഖബർ വിശാലമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. എന്റെ ഭാര്യയെ നീ സാലിഹത്താക്കി തരണേ അല്ലാ. എന്റെ പൊന്നുമോനെ നീ ഹാഫിളാക്കി തരണേ അല്ലാ. ഈ ശബ്ദം നിലനിർത്തി തരണേ റബ്ബേ. അഹങ്കാരം തരല്ലേ അല്ലാ, അസൂയ തരല്ലേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, റബ്ബേ, പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അള്ളാഹുവെ, മഴയില്ലാതെ ഞങ്ങളെല്ലാം കണ്ണീരില്ല അല്ലാ. സഹായിക്കു പടച്ചവനെ. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് മഴ തരണേ പടച്ചവനെ. നീ ഞങ്ങൾക്ക് മഴ തരണേ പടച്ചവനെ. ഈ ലോകത്ത് നീ ആരെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, നിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മഴ നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ, വിദ്യാർത്ഥികളെല്ലാവരും പരീക്ഷ എഴുതുകയാ, പ്രത്യേകിച്ച് SLC പരീക്ഷ. ഞങ്ങളുടെ മക്കൾക്ക് നീ വിജയം കൊടുക്കണേ പടച്ചവനെ. അവർക്ക് നല്ല വിജയം നൽകണേ അല്ലാ. ഓർമ്മയും ബുദ്ധിയും കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ വെറും കൈയോടെ മടക്കല്ലേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ, ഈ ദുആ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദുആ ആക്കല്ലേ അല്ലാ. ഈ ഒരുമിച്ച് കൂടൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ഒരുമിച്ച് കൂട്ടലാക്കല്ലേ അല്ലാ. അള്ളാഹുവെ, ഈ നാട്ടിൽ നീ മതസൗഹാർദ്ദം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, മനുഷ്യനാണെന്നുള്ള ഓർമ്മ എല്ലാവർക്കും നീ നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞ് നാളെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ റബ്ബേ. തൗബയായി സ്വീകരിക്കണേ നാഥ. തൗബയായി സ്വീകരിക്കണേ അല്ലാ. اللهم رب ارحمهما كما ربونا صغارا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين والحمد لله رب العالمين.